എന്താണോ വരാത്തെ? അധികം നകളിക്കണ്ടടാ. ഈ കൽക്കട്ടെ രക്ഷിക്കാൻ കാളിമാതാവുണ്ട്, ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ നായ്ക്കുണ്ട്. അവൻ വരും. എന്താടാ അവൻ വരുമെന്നോ? എങ്ങനെ വരും? എപ്പോ വരും? അനീതിയും അക്രമവും എവിടെ നടന്നാലും അവനവിടെ വന്നെത്തും. ഞങ്ങളുടെ നായ്ക്ക് വന്നാ ഇവിടെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. നിന്റെയൊക്കെ നല്ലതിന് വേണ്ടി പറയാ. കൈ കിട്ടിയതൊക്കെ എടുത്തോണ്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത എവിടെയെങ്കിലും പോയി ഒളിച്ചോ. എത്രയും വേഗം രക്ഷപ്പെട്ടോ. ഇനി സമയമില്ല. ഞങ്ങളുടെ നായ്ക്ക് വന്നു. എന്നെ തൊട്ട് കളിച്ച ഒരു പക്ഷേ ഞാൻ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷെ എന്റെ പിള്ളേരെ തൊട്ടാ തല അരിഞ്ഞെടുക്കും ഞാൻ. സംഭവത്തിന്റെ പിന്നിൽ പോലീസിന്റെ അനാസ്ഥയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ സാർ? നിങ്ങൾക്കുള്ള മറുപടി ഞങ്ങളുടെ സീനിയർ ഓഫീസർ തരും. സിനിമയ്ക്കുള്ള ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തേക്കാം, പക്ഷെ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ പൊന്നു ബാനു, ഇവിടെ ഇംഗ്ലീഷ് ക്രൈം ത്രില്ലർ സിനിമ വെല്ലുന്ന രംഗങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. അതിനിടയ്ക്കാ നിന്റെ സാർ. എന്താടോ സാർ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ആ ഫോണും താഴെ വെക്കൂ. പറയടോ. സാർ, പത്രക്കാരെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യങ്ങൾ ചോദിക്കുക. എന്താ മറുപടി പറയേണ്ടത്? അവന്മാരോടൊപ്പം പുതുതായിട്ട് എന്ത് പറയാനാ? ഉറക്കം തൂങ്ങിയിരിക്കണോ നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്? കില്ലേഴ്സിന് എന്താ നിങ്ങൾ പിടിക്കാത്തത് എന്നൊക്കെ ചോദിക്കുമായിരിക്കും. നമ്മളവരെ പിടിക്കാനുള്ള ശ്രമത്തിലാണെന്നൊക്കെ വെച്ചങ്ങ് കാച്ചും. അവന്മാര് ചോദിച്ചുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ നമുക്ക് റുട്ടീനല്ലടോ. ആ ബോഡികളൊക്കെ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം തന്നെ ചെയ്യും. എന്താടി എന്റെ ഭാര്യ?
മിനിസ്റ്റർ വല്ലാത്തൊരു മൂഡിലായിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ സാർ. സോറി സാർ, ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനിൽ സാറിന്റെ ബ്രദർ ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്ന തൂണിൽ ആരോ കെട്ടിയിട്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അക്കൂട്ടത്തിലൊരാളോ അല്ലെങ്കിൽ പുറത്തു നിന്നും വന്ന മറ്റാരെങ്കിലും ആയിരിക്കാം സാറിന്റെ ബ്രദറിന്റെ കൊലയാളി. കുറച്ചുപേർ കത്തിക്കുത്തേറ്റും കുറച്ചുപേർ ബോൺസ് തകർന്നുമാണ് മരിച്ചത്. സാറിന്റെ ബ്രദറിന്റെ കാര്യത്തിൽ ചെവിന്നും വായുന്നുമുണ്ടായ ഓവർ ബ്ലീഡിംഗ് ആണ് മരണത്തിന് കാരണമായത്. ടിവി ആങ്കറിനെ പോലെ കമന്ററി പറയാൻ നിനക്കൊക്കെ എന്തിനടാ ശമ്പളം? സർ, എനിക്ക് വേണ്ടത് എന്റെ അനിയന്റെ മരണത്തിന്റെ റിപ്പോർട്ടല്ല. അവനെ കൊന്നത് ആരായാലും എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. അവനെ എന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് കൊല്ലണം. പിടിക്കണം എന്ന് പറഞ്ഞാൽ പറയുന്നവർക്ക് എളുപ്പമാ. ഇതെന്താ വല്ല കോഴിയോ താറാവാണോ പറഞ്ഞോണ്ടെ ഓടിച്ചെന്നങ്ങ് പിടിക്കാൻ? ഇപ്പൊ എന്റെ കയ്യിലെ ഫോണിലേക്ക് ഒരു ഇൻകമിംഗ് കോൾ എപ്പോ വരും, ആര് വിളിക്കുമെന്നൊക്കെ മുൻകൂട്ടി പറയാൻ പറ്റുമോ? അതെങ്ങനെ പറയാൻ പറ്റും സാർ? ഫോൺ വന്നല്ലേ അറിയൂ. അതുപോലെ തന്നെയാ ഇവനൊക്കെ കൊന്നു കഴിഞ്ഞിട്ടല്ലേ പോലീസിന് വിവരം കിട്ടും. ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇതാ എല്ലാ ബോഡിയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്സ്. ആ കൊലയാളി അത്ര നിസ്സാരക്കാരനല്ല. ഒരു 25 വയസ്സുള്ള യങ് മാനായി. അവന്റെ അടി കൊണ്ടിട്ടുള്ള എല്ലാ ബോഡികളുടെയും ബോൺസ് മുഴുവൻ ക്രാഷ് ആയിട്ടുണ്ട്. മാത്രമല്ല സ്കൾസും. ഇത്രയും കൂടി ജനങ്ങൾക്കിടയിൽ നിന്ന് 25 വയസ്സുള്ള പവർഫുൾ ആയ ചെറുപ്പക്കാരന് ഈ നിസ്സാര തെളിവ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ? ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാന്? സോറി, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അവൻ ഏത് സ്റ്റേറ്റിലാണെങ്കിലും അവൻ ഏത് സ്ട്രീറ്റിൽ വിളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. എവിടെ വിളിച്ചാലും ഞാൻ വരും. ചെറിയ ഇതുവരെ എണീറ്റില്ലേ? എങ്ങനെ എണീക്കാനാ? രാത്രി മുഴുവൻ എവിടെങ്കിലും കറങ്ങി നടക്കും. വെളുക്കാരാവുമ്പോഴാ വന്ന് കിടക്കുന്നത്. ചെറി, എടാ ചെറി, ഡാ എണീക്കടാ. എന്താ അമ്മേ? കാപ്പി ഇവിടെ വെച്ചിട്ടുണ്ട്. എണീറ്റ് റെഡിയാവ്. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഡാ എണീക്കടാ. ആന്റി, എന്താടി? കോളേജ് ബസ് മിസ്സായി ആന്റി. ചെറിയോട് ഒന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ട് മമ്മി പറഞ്ഞു. നിമി, വേറെ എന്തൊക്കെ പറഞ്ഞു നിന്റെ മമ്മി? കൊറേ കാര്യങ്ങൾ പറഞ്ഞു. ആ പറ, കേക്കട്ടെ. ചെറു ചോദിക്കുന്നതൊക്കെ നാണിക്കാതെ കൊടുക്കണമെന്ന് പറഞ്ഞു. ആഹാ, ബൈക്കിന്റെ പിന്നിലിരിക്കുമ്പോ സ്പീഡ് ബ്രേക്കറിൽ കയറിയ നിന്നെ ഇറുക്കി കെട്ടിപ്പിടിക്കണമെന്ന് ആഹാ. പറഞ്ഞു. എന്നിട്ട് എനിക്ക് നാണാവാ. അയ്യോടാ, നിന്റെ മമ്മിയുടെ പ്ലാനിങ്ങിൽ ലോക്കൽ നമ്പർ ഒന്നും ഇവിടെ ചെലവായില്ല മോളെ. ഇത് ചെറിയ ചെറി, ചെല്ലു. ഡി സരസു, എന്താണ് ഇത്ര കാര്യമായിട്ട് വായിക്കുന്നത്? ഒന്നുമില്ല ചെറി, ഒന്ന് ഇംഗ്ലീഷ് വായിക്കാൻ നോക്കിയതാ. ഈ ബ്രൂട്ടൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം ചെറി? ഈ നിഷ്ഠൂരം എന്ന് കേട്ടിട്ടില്ലേ? തെളിച്ചു പറഞ്ഞു തന്നൂടെ? നിന്നെ ഇംഗ്ലീഷ് മാത്രമല്ല മലയാളം പഠിപ്പിക്കേണ്ടി വരും. കാലത്ത് പേപ്പർ തുറന്ന ഇതേ ഉള്ളൂ. എണ്ട് പടി. അമ്മേ, കഴിക്കാടുത്ത് നോക്കിയേ. ഓ, ലേറ്റ് ആയി. ഡാ, മനുഷ്യനെ ഇങ്ങനെ പെടാപ്പാട് പെടുത്താതെ രാവിലെ നിനക്കൊന്ന് എഴുന്നേറ്റ് റെഡി ആയിക്കൂടെ? നിന്റെ അമ്മാവനല്ലേ സിഇഒ? ഒരു ഫോൺ ചെയ്ത് ഓഫീസിൽ വരാൻ 1 മണിക്കൂർ ലേറ്റ് ആവുമെന്ന് പറ. അമ്മാനെ തന്നെ ഞാൻ ട്രൈ ചെയ്യുന്നേ. ഫോൺ എടുക്കുന്നില്ല. കൊണ്ടുപോകാൻ മറന്നു കാണൂ. നിന്റെ അമ്മാവൻ ഇതുവരെ താഴത്തേക്ക് വന്നിട്ടില്ല. വന്നില്ലേ അമ്മാവാ? ആഹാ, ഇതെന്താ അമ്മാവാ പൊതച്ചു മൂടിയിരിക്കുന്നത്? പനിക്കുന്നുണ്ടോ? പേടിച്ചിരിക്കടാ. ഏ, ഓഫീസിൽ നിന്ന് വിളിച്ചാൽ നാട്ടിൽ പോയെന്ന് പറ, അല്ലെങ്കിൽ എന്റെ ശവട കഴിഞ്ഞെന്ന് പറ. ആന്തിനാ അമ്മാവാ നോട പറയുന്നതിന് ഒരു പരിധിയില്ലേ? സത്യം എന്താന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താ കാര്യം എന്നോട് പറ. കമ്പനി കാറിൽ ഞാൻ അടിച്ചു പൊളിച്ച് ഓഫീസിലേക്ക് പോവുകയായിരുന്നു.